എന്താ പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കോടതി ആണല്ലോ ഒരു ആധികാരികമായിട്ടുള്ള സമിതി അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം. ആ സ്ഥാപനം തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെ ഏതെങ്കിലും ഒരാൾ ആശയം ഉന്നയിച്ച ഉടനെ തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അല്ല, അത് ഇനി പോലീസിൻ്റെ ചോദിച്ചാലേ അറിയാമല്ലോ. ഇതൊക്കെ സാധാരണ ഇത്തരം കേസുകൾ വരുമ്പോൾ ഒളിവിൽ പോവുകയും ജാമ്യം കിട്ടാതെ വരികയും പിന്നെ സറണ്ടർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഉള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ അത് നേരത്തെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ആവശ്യമായിരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള കാര്യം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ ചെയ്താൽ മാത്രം പോരാ, പുറത്താക്കണമെന്നുള്ള കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് അത് ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. അല്ല, വളരെ താമസിച്ചാണ് അത്തരം നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസിനെ നിർബന്ധിക്കപ്പെട്ടു കോടതി വിധി വന്നതിന് ശേഷം. അല്ലാതെ അവരുടെ ആർജവം കൊണ്ട് ചെയ്തതല്ല. വിധി വരുന്നവരെ കാത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുമ്പോൾ മറ്റൊരു ആരോപണം വരുന്നത് ഷാഫി പറമ്പലിനെതിരാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഷാഫി പറമ്പലിന് അറിയാമായിരുന്നു. അദ്ദേഹം ഒരു പല സ്ത്രീകളോടും മോശമായ പരാമർശങ്ങൾ അറിഞ്ഞിട്ടും അത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള ആരോപണങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഷാഫിക്കെതിരെ വരുന്നുണ്ട്. ഷാഫിക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാകും. പാർട്ടിയുടെ കാര്യം നടക്കട്ടെ. എന്താ പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കോടതി ആണല്ലോ ഒരു ആധികാരികമായിട്ടുള്ള സമിതി അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം. ആ സ്ഥാപനം തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെ ഏതെങ്കിലും ഒരാൾ ആശയം ഉന്നയിച്ച ഉടനെ തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി പറ്റും.